നിലാക്കീറിലേക്ക് സ്വാഗതം. ഒന്ന് കണ്ണടയ്ക്കാമോ? ഒരു മാലാഖ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുക. 3 ആഗ്രഹങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ ഏതായിരിക്കും എന്നാലോചിക്കാമോ? ഇനി കണ്ണു തുറക്കാം. എൻ്റെ പ്രാർത്ഥനകൾ ആർക്കു വേണ്ടിയായിരുന്നു? എൻ്റെ ആരോഗ്യം, എൻ്റെ സന്തോഷം എല്ലാം നല്ലതാണ്, വേണ്ടതുമാണ്. പക്ഷേ ഇത് പ്രാർത്ഥനയുടെ 1-ാം തലമാണ്. നമുക്ക് അവിടെ നിന്നും ഉയരേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുന്ന രംഗമുണ്ട്. സോദോം ഗൊമോറ ദേശങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന തകർച്ചയെക്കുറിച്ച് ദൈവത്തിൽ നിന്നുമാണ് അബ്രാഹാം കേൾക്കുന്നത്. ആ നാളുകളിൽ മക്കളില്ലാത്തതിൻ്റെ വലിയ വേദന അബ്രാഹാം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അബ്രാഹാമിൻ്റെ പ്രാർത്ഥനയിൽ ഉയരുന്നത് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്ന ശ്രേഷ്ഠമായ ആഗ്രഹമാണ്. തൻ്റെ സങ്കടങ്ങളേക്കാൾ മറ്റുള്ളവരുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാവണമെന്നാണ് അബ്രാഹാം ആഗ്രഹിച്ചത്. അപ്പോൾ പ്രാർത്ഥനയുടെ 2-ാം തലം ഞാനെന്ന സ്വാർത്ഥതയുടെ കുടുസുമുറിയിൽ നിന്നും ഞങ്ങളെന്ന വിശാലതയിലേക്ക് ഉയരാൻ കഴിയുന്നതാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മെ അതിനാണ് പ്രേരിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ഞാനെന്ന വാക്കേയില്ല. ഞങ്ങളെന്ന് പറയാൻ പഠിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വാർത്ഥതയെ യേശു തിരുത്താൻ ശ്രമിച്ചത്. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു മനുഷ്യൻ ചികിത്സയ്ക്കായി പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ. ആശുപത്രിയിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവരുടെ വേദന തൻ്റേതിലും തീവ്രമാണെന്ന് കണ്ടപ്പോൾ അയാളുടെ പ്രാർത്ഥന ഇങ്ങനെയായി മാറി, ദൈവമേ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. കുറച്ചുനാൾ കഴിഞ്ഞ് സാധ്യമായ ചികിത്സകളെല്ലാം ചെയ്തുവെന്നും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. സഹനങ്ങളിലും നിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കാനും അതനുഭവിക്കാനും എന്നെ സഹായിക്കണമേ. പൊതുവേ പ്രാർത്ഥിക്കുകയെന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തെ പറഞ്ഞു മനസ്സിലാക്കലാണല്ലോ. എന്നാൽ ദൈവം എനിക്ക് നന്മയായത് നൽകും എന്ന വിശ്വാസത്തോടെ ദൈവമേ നിൻ്റെ ഹിതം പോലെ എന്ന് പറയാൻ കഴിയുന്നതാണ് പ്രാർത്ഥനയുടെ 3-ാം തലം. പഴയ ഒരു കഥയില്ലേ, ഒരുപാട് കേട്ടിട്ടുള്ളതാവും. കൊട്ടാരം കാണാൻ പോയ കുട്ടികളുടെ കഥ. കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ട് അമ്പരന്നു നിന്ന കുട്ടികളോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ തൊടുന്നതെന്തോ അത് നിങ്ങൾക്ക് സ്വന്തം. ഏത് തൊടണമെന്ന് ഉറപ്പിക്കാനാവാതെ കുട്ടികൾ കൊട്ടാരത്തിൽ പരക്കം പായുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി പതുക്കെ പടി കയറി ചെന്ന് രാജാവിനെ തൊട്ടു എന്നതാണ് കഥ. അങ്ങനെ രാജാവിനുള്ളതെല്ലാം അവന് സ്വന്തമായി അത്രേ. പ്രാർത്ഥനയുടെ 4-ാം തലം അതാണ്. ദൈവം തരുന്നതിനേക്കാൾ ദൈവത്തെ ആഗ്രഹിക്കാൻ കഴിയുക എന്നത്. തന്നോട് ചോദിക്കുന്നവർക്കെല്ലാം പിതാവ് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകും എന്ന് യേശു പറയുന്നതിൻ്റെ പൊരുളും അത് തന്നെയാണല്ലോ. ഒരിക്കൽ കൂടി കണ്ണടയ്ക്കാമോ? ആദ്യം കണ്ട മാലാഖയെ ഒന്നുകൂടി കാണാമോ? മാലാഖയോട് എന്തു പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്? കണ്ണു തുറക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ ആരംഭിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പ്രധാനപ്പെട്ടത് ആരംഭിച്ച ഇടത്തു നിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് വളരുക എന്നതാണ്. എൻ്റെ എന്ന ചെറിയ വളയത്തിൽ നിന്ന് ഞങ്ങളുടെ എന്ന വിശാലതയിലേക്ക്, അവിടെ നിന്ന് നിൻ്റെ ഹിതം ആവട്ടെ എന്ന സമർപ്പണത്തിലേക്ക്, ഒടുവിൽ നീ മാത്രം മതി എന്ന സ്നേഹത്തിലേക്ക്. പ്രാർത്ഥനയുടെ ഉയരങ്ങളിലേക്ക് വളരാൻ നമുക്ക് ശ്രമിച്ചു തുടങ്ങാം. പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ മാത്രം മതി എന്ന് പറയാനുള്ള സ്നേഹവിശുദ്ധി എനിക്ക് നൽകണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.